പ്രിയദർശിനി പദ്ധതിയിലൂടെ സർക്കാർ അനുവദിച്ച സൗജന്യ യാത്രയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്ന ഗതാഗത മന്ത്രിയുടെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. സൗജന്യ നിരക്കുകൾ പ്രഖ്യാപിച്ച ശേഷം അതിൽ യാത്ര ചെയ്യുന്നവരെ പരിഹസിക്കുന്നത് ഒരു മന്ത്രിക്ക് ചേർന്ന പണിയാണോ എന്ന ചോദ്യമുയർത്തി വലിയ വിമർശനമാണ് ഉയരുന്നത്. പൈസ വേണ്ടാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നവരാണോ എന്ന് മന്ത്രി CP ജോൺ ചോദിച്ചു. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. പ്രിയദർശിനി വിവാദം ചൂടുപിടിക്കുന്നു. അതെ, മന്ത്രിയുടെ വിവാദ പരാമർശം കാട്ടുതീ പോലെയാണ് പടർന്നത്. ഇപ്പോൾ മന്ത്രി CP ജോൺ ശരിക്കും പ്രതിരോധത്തിലായിരിക്കുകയാണ്. പ്രിയദർശിനി യാത്ര ഇനി പണിയാകുമോ എന്നാണ് പൊതുവെയുള്ള ചോദ്യം. അതെ, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കുന്നതിനായിരുന്നു സംസ്ഥാന സർക്കാർ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര പദ്ധതി തുടങ്ങിയത്. ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിൽ വനിതകൾക്ക് പൂർണ്ണമായും സൗജന്യമായി യാത്ര ചെയ്യാൻ അനുവാദം നൽകുന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. ശരിക്കും സാധാരണക്കാരായ കുടുംബിനികൾക്കും വിദ്യാർത്ഥിനികൾക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും വലിയ സാമ്പത്തിക ആശ്വാസം നൽകുന്ന പദ്ധതി തന്നെയാണ് ഇത്. എന്നാൽ ഇപ്പോഴിതാ വിവാദ പരാമർശവുമായി മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ പദ്ധതിക്കെതിരെ സംസ്ഥാനത്തുടനീളം നിൽക്കുമ്പോഴാണ് മന്ത്രിയുടെ ഗുരുതരമായ പരാമർശം. പ്രിയദർശിനി പദ്ധതിയിലൂടെ സർക്കാർ അനുവദിച്ച സൗജന്യ യാത്രയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ പരാമർശത്തിനെതിരെ സംസ്ഥാനത്തുടനീളം വ്യാപകമായ പ്രതിഷേധമാണ്. സൗജന്യ നിരക്കുകൾ പ്രഖ്യാപിച്ച ശേഷം അതിൽ യാത്ര ചെയ്യുന്നവരെ പരിഹസിക്കുന്ന രീതിയിലാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു മന്ത്രിക്ക് ചേർന്ന പണിയാണോ എന്ന ചോദ്യമുയർത്തി സോഷ്യൽ മീഡിയയിലടക്കം വിമർശനങ്ങൾ ആളിക്കത്തുകയാണ്. മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: KSRTC ബസ്സുകളിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നും എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ഇവർക്ക് മടിയില്ല എന്നാണ് മന്ത്രി ആദ്യം പറഞ്ഞത്. പിന്നീട് നിരക്ക് കുറഞ്ഞ ബസ്സുകളിൽ തള്ളിക്കയറുകയും അസുഖം വന്നാൽ ചികിത്സയ്ക്ക് പണം മുടക്കാതെ സർക്കാർ ആശുപത്രി വരാന്തകളിൽ കിടക്കുകയും ചെയ്യുന്ന മലയാളി പൊതുസമൂഹത്തിന്റെ പെരുമാറ്റം അത്ഭുതപ്പെടുത്തുന്നുവെന്നും മന്ത്രി പരിഹസിച്ചു പറയുന്നു. സാധാരണക്കാരായ ജനങ്ങൾ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിനെ തികച്ചും പരിഹാസ രൂപേണയാണ് മന്ത്രി പ്രസംഗത്തിൽ ഉപയോഗിച്ചത്. എന്നാൽ ഈ പദ്ധതിക്ക് പൊതുസമൂഹത്തിൽ നിന്നും വലിയ ജനപ്രീതി ലഭിച്ചതോടെ സ്വകാര്യ ബസ് മേഖലയിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് സ്വകാര്യ ബസ് ഉടമകളുടെ വേദിയിൽ വെച്ച് സ്വന്തം സർക്കാരിന്റെ പദ്ധതിയെയും അതുപയോഗിക്കുന്ന സ്ത്രീകളെയും അപമാനിക്കുന്ന തരത്തിൽ ഗതാഗത മന്ത്രി തന്നെ രംഗത്തെത്തിയത്. എന്തായാലും വിവാദ പരാമർശം കാട്ടുതീ പോലെ പടർന്നു. എന്നാൽ പ്രിയദർശിനി പദ്ധതി ഇനി എത്ര നാൾ തുടരുമെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ്. കാരണം യാതൊരു അടിസ്ഥാന പഠനമോ സാമ്പത്തിക വിശകലനമോ ഇല്ലാതെ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംസ്ഥാന സർക്കാരിനെയും KSRTCയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. സർക്കാരിന് കൈപൊള്ളുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പദ്ധതി രൂപീകരിക്കുമ്പോൾ പ്രതിദിനം ഏകദേശം 2 കോടി രൂപയുടെ ബാധ്യത മാത്രമാണ് കണക്കാക്കിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് 2 കോടിക്ക് മുകളിലായി ഉയർന്നിട്ടുണ്ട്. ഉടൻ തന്നെ 3 കോടി രൂപയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും കണക്കുകൂട്ടലുണ്ട്. ഈ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലെ ചെലവ് തുടർന്നാൽ ആ തുക 1 വർഷം പോലും തികയാതെ വരുമെന്നും പറയുന്നു. അങ്ങനെ അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തീർന്നുപോകാനും സാധ്യതയുണ്ട്. ശരിക്കും പ്രിയദർശിനി പദ്ധതി ഇന്ന് സർക്കാരിന്റെ ഒരു സാമ്പത്തിക വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അതിനിടയിലാണ് പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിയുടെ വിവാദ പരാമർശം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.